ഇന്നത്തെ അറിയിപ്പുകൾ. കെ-സ്മാർട്ട് വഴി വരനും വധുവിനും ലോകത്തെവിടെയിരുന്നും വിവാഹം രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 21,344 വിവാഹങ്ങൾ. വധൂവരന്മാർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വേണമെന്നില്ല. ഒരേ സമയത്ത് ഓൺലൈനിൽ വരണമെന്നുമില്ല. വിവാഹം ഓൺലൈനായി വീഡിയോ KYC വഴി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനവുമായി കെ-സ്മാർട്ട്. കേരളമാണ് രാജ്യത്ത് ആദ്യമായി വീഡിയോ KYCയിലൂടെ വിവാഹ രജിസ്ട്രേഷൻ സാധ്യമാക്കിയത്. നഗരങ്ങളിൽ 2024 ജനുവരി മുതൽ ഈ മാർച്ച് 31 വരെ നടന്ന 63,001 വിവാഹ രജിസ്ട്രേഷനിൽ 21,344 ഈ സാധ്യത പ്രയോജനപ്പെടുത്തി. കെ-സ്മാർട്ട് സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വിവാഹ രജിസ്ട്രേഷന് നഗരസഭാ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരില്ല. പ്രവാസികൾക്ക് മാത്രമല്ല, നാട്ടിൽ ജീവിക്കുന്നവർക്കും ഈ സേവനം പ്രയോജനപ്രദമാകും. ഇതുൾപ്പെടെയുള്ള കെ-സ്മാർട്ട് സേവനങ്ങൾ ഏപ്രിൽ 10 മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ആശുപത്രികളിൽ ഇനി വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ ഡിജിറ്റലായി അടയ്ക്കാം. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിലാണ് ഡിജിറ്റലായി പണമടയ്ക്കാൻ കഴിയുന്ന സംവിധാനം നടപ്പാക്കിയത്. സംസ്ഥാനത്തെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഗൂഗിൾ പേ, ഫോൺ പേ മുതലായവ വഴി പണമടയ്ക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കനറ ബാങ്കിന്റെയും POS ഉപകരണങ്ങൾ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഓൺലൈനായി OP ടിക്കറ്റ്, ME ഹെൽത്ത് ആപ്പ്, സ്കാൻ ഇൻ ബുക്ക് സംവിധാനങ്ങൾ നിലവിൽ വന്നു. മറ്റ് ആശുപത്രികളിൽ കൂടി ഡിജിറ്റൽ സംവിധാനം 1 മാസത്തിനകം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി മെട്രോ ഫീഡർ ബസ് സർവീസിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. ഹൈക്കോട്ട MG റോഡ് സർക്കുലർ സർവീസ് കൂടി ആരംഭിച്ചതോടെയാണിത്. ആലുവ, കളമശ്ശേരി, ഇൻഫോ പാർക്ക്, ഹൈക്കോർട്ട് റൂട്ടുകളിലായി പ്രതിദിനം 3,202 പേരാണ് ഇലക്ട്രിക് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ജനുവരി 16 മുതൽ വിവിധ ഘട്ടങ്ങളിലായി ആരംഭിച്ച ബസ് സർവീസിൽ ഇതേവരെ 2,05,854 പേർ യാത്ര ചെയ്തു. ഏറ്റവും ഒടുവിൽ സർവീസ് ആരംഭിച്ച ഹൈക്കോടതി MG റോഡ് സർക്കുലർ റൂട്ടിൽ ഇപ്പോൾ പ്രതിദിനം ശരാശരി 773 പേർ യാത്ര ചെയ്യുന്നുണ്ട്. ഇതേവരെ ഈ റൂട്ടിൽ 8,573 പേരാണ് യാത്ര ചെയ്തത്. കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായി ആരംഭിച്ച ഈ പുതിയ ഇലക്ട്രിക് ബസ് സർക്കുലർ റൂട്ടിൽ 3 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. മാർച്ച് 19 തുടങ്ങിയ ഹൈക്കോടതി റൂട്ടിലെ സർവീസിൽ ആദ്യ ആഴ്ച 1,556 പേരാണ് യാത്ര ചെയ്തത്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ 5,415 പേർ യാത്ര ചെയ്തു. യാത്രക്കാരുടെ എണ്ണത്തിൽ ഹൈക്കോടതി റൂട്ടിൽ 2.5 ഇരട്ടി വർധനയാണ് ഉണ്ടായത്. ആലുവ എയർപോർട്ട് റൂട്ടിൽ ഇപ്പോൾ പ്രതിദിനം ശരാശരി 1,350 പേരാണ് യാത്ര ചെയ്യുന്നത്. കളമശ്ശേരി റൂട്ടിലെ യാത്രക്കാരുടെ പ്രതിദിന ശരാശരി എണ്ണം 730 ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവിധ ഡിപ്ലോമക്കാർക്ക് ഡൽഹിയിൽ സർക്കാർ സർവീസിൽ ജോലി നേടാൻ അവസരം. ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികകളായി 72 ഒഴിവുകളാണുള്ളത്. ജൂനിയർ എഞ്ചിനീയർ, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, ജൂനിയർ മെയിൻ്റനർ തുടങ്ങി വിവിധ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 25 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ഏപ്രിൽ 24 അപേക്ഷ നൽകാനുള്ള അവസാന തീയതി.